ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് KSRTC ബസ് ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാൻ നോക്കാം. KSRTCൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എവിടുന്ന് ട്രാവൽ ചെയ്യേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കോഴിക്കോട് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് എങ്ങോട്ടാ പോകേണ്ടതുള്ള ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് തൽക്കാലം എറണാകുളം കൊടുക്കാം. ഇനി ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഡേറ്റ് മാറാതെ സെലക്ട് ചെയ്യാൻ നോക്കുക. ഡേറ്റ് നമ്മൾ ഒരു ആഗസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ബോക്സ് കൊടുക്കുക. ഒന്ന് ലോഡായി വരാണ്ട് വെയിറ്റ് ചെയ്യുക. ലോഡായി വന്നിട്ടുണ്ട്. നമുക്ക് ഏതാ ടൈം വേണ്ടി നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് 24 hours ടൈമിൻ്റെ സിസ്റ്റം ഉണ്ടാവുക. അത് ജസ്റ്റ് നോക്കിയിട്ട് അനുസരിച്ച് ചെയ്യാം. നമുക്കൊരു തൽക്കാലം ഇതിൽ AC, നോൺ AC, പിന്നെ സൂപ്പർ ഫാസ്റ്റ് എല്ലാ ബസ്സിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്ക് വേണ്ട ബസ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സീറ്റ് ഇവിടെ വേണ്ട വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വിൻഡോ സീറ്റ് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. പിക്കപ്പ് പോയിൻ്റ് കോഴിക്കോടാണ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക. KSRTC ബസ് സ്റ്റാൻഡ്. പാസഞ്ചർ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏജും ജെൻഡറും. നമുക്ക് പ്രൊവൈഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മളെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കാം. നമ്മൾ UPI ആണ് സെലക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് സെലക്ട് ചെയ്യുക. UPI ID കൊടുക്കുക. വെരിഫൈ ചെയ്യുക. പേ ചെയ്താൽ നമ്മളെ ടിക്കറ്റ് ഇവിടെ റെഡിയാണ്. നമുക്ക് പോകേണ്ട ഡേറ്റിൽ നമുക്ക് പോകാൻ പറ്റും. ഇനി ബുക്ക് ചെയ്ത് നമുക്ക് മെസ്സേജ് ആയിട്ടും പിന്നെ മെയിൽക്കൊക്കെ വരും. പിന്നെ അവർ കോൺടാക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. ബസ് ഡിപ്പാർച്ചർ ചെയ്യുന്നതിന് ഒരു 30 minute മുന്നേറ്റ് അവർ കോൾ ചെയ്യും. അവരെ നമ്പറൊക്കെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. ബസ് ഡിപ്പാർച്ചർ ചെയ്യുന്നതിൻ്റെ ഒരു 15 minute 20 minute മുന്നെങ്കിലും നമ്മൾ പിക്കപ്പ് പോയിന്റിൽ പോയി നിൽക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ അത് രേഖപ്പെടുത്തുക.